പത്തനംതിട്ടയിൽ സിപിഎം ജില്ലാ സെക്രട്ടറിയും മന്ത്രി വീണ ജോർജും ചേർന്ന് പാർട്ടിയിലേക്ക് സ്വീകരിച്ച സുധീഷ് ഡിവൈഎഫ്ഐ പ്രവർത്തകരെ വധിക്കാൻ ശ്രമിച്ച കേസിലും പ്രതിയെന്ന് തെളിയുകയാണ്. വീണ ജോർജിനെതിരെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് വീണ ജോർജിനായി തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനെത്തിയ ഡിവൈഎഫ്ഐക്കാരെ വധിക്കാൻ ശ്രമിച്ചെന്നുള്ളതാണ് കേസ്. 2021 ദളിത് കുടുംബാംഗങ്ങളെ വീട് കയറി ആക്രമിച്ച കേസിലും ഇയാൾ 4ാം പ്രതിയാണ്. സിപിഎം പ്രവർത്തകരായി ചേർന്നതിൽ ചിലരുടെ ക്രിമിനൽ പശ്ചാത്തലത്തിന് കൂടുതൽ തെളിവുകൾ പുറത്തുവരികയാണ്. കുമ്പഴ സ്വദേശി സുധീഷ് കുമാർ എസ്എഫ്ഐ പ്രവർത്തകരെ മാത്രമല്ല ഡിവൈഎഫ്ഐ പ്രവർത്തകരെ വധിക്കാൻ ശ്രമിച്ച കേസിലും പ്രതിയാണെന്ന വിവരമാണ് ഒടുവിൽ പുറത്തുവരുന്നത്. 2021 ഏപ്രിൽ 4-ന് ഇടത് സ്ഥാനാർത്ഥിയായിരുന്ന വീണ ജോർജിന്റെ പ്രചാരണ കൊട്ടിക്കലാശം കഴിഞ്ഞ് മടങ്ങിയ പ്രവർത്തകരാണ് സുധീഷ് കുമാർ അടക്കം ബിജെപി പ്രവർത്തകരുടെ ആക്രമണത്തിനിരയായത്. രാത്രി 7:30-ന് വെട്ടിപ്പുറത്തുണ്ടായ അക്രമത്തിൽ ഡിവൈഎഫ്ഐ പ്രവർത്തകർ സുജിത്ത്, PS ആകാശ്, അഖിൽ സതീഷ് എന്നിവർക്ക് പരിക്കേറ്റിരുന്നു. കമ്പിവടി, ഹെൽമറ്റ് എന്നിവ ഉപയോഗിച്ചായിരുന്നു ആക്രമണമത്രേ. 4 മാസങ്ങൾക്ക് ശേഷം ആഗസ്റ്റ് 20-നാണ് മലയാലപ്പുഴ മൈലാടുപാറയിൽ ദളിത് കുടുംബത്തെ സുധീഷ് കുമാറിനടങ്ങിയ സംഘം ആക്രമിച്ചത്. വീട്ടിൽ അതിക്രമിച്ച് കയറി പ്രസാദിനെ പട്ടിക കഷ്ണം കൊണ്ടടിക്കുകയും ഭാര്യ തുളസിയെ കല്ലെറിയുകയുമായിരുന്നു. പട്ടികജാതി പീഡന നിരോധന നിയമപ്രകാരമുള്ള വകുപ്പ് ചേർക്കപ്പെട്ടിട്ടുള്ള കേസ് വിചാരണയിലേക്ക് അടുക്കുന്നു. മുൻപ് കാപ്പ കേസ് പ്രതി ശരൺചന്ദ്രൻ, കഞ്ചാവുമായി പിടിയിലായ യദുകൃഷ്ണൻ എന്നിവരുടെ കേസ് വിവരങ്ങൾ പുറത്തു വന്നപ്പോൾ പാർട്ടി പുറത്തിറക്കിയ ക്യാപ്സ്യൂളുകൾ നിലം തൊട്ടിരുന്നില്ല. ഒടുവിൽ നിയമസഭാംഗങ്ങൾക്കെതിരായ കേസുകൾ പരാമർശിച്ച് ന്യായീകരണത്തിന് ആരോഗ്യമന്ത്രിയും ശ്രമം നടത്തി. അതേസമയം വിഷയത്തിൽ സുധീഷ് കുമാറിന്റെ പ്രതികരണം തേടി വിളിച്ചെങ്കിലും ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത നിലയിലാണ്. മാതൃഭൂമി ന്യൂസ്, പത്തനംതിട്ട.